എടി നീ എന്താ ഉദ്ദേശിച്ചേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാന്നോ? ഞാൻ ആരാന്നടി നീ വിചാരിച്ചത്? എണീക്കിങ്ങോട്ട്. നീ എന്താ വിചാരിച്ചേ? നിന്നെ പോലെ ഉടുതുണിക്കും മറുതുണി ഇല്ലാതെ നടക്കുന്ന ദരിദ്രവാസി അല്ലടി ഞാൻ. ഇതെന്താ ഐശ്വര്യത്തിന്റെ പാത്രത്തില് 2 കാറുകള്? ഇനിയിപ്പോ എന്ത് വേണം? കൂടിയ 2 കാറ് കിട്ടിയില്ലേ? ഇനിയിപ്പോ അത് വായിലോട്ടിട്ട് വെള്ളം കുടിച്ചാ മതി. കാർ മുതലാളിയായി. അയ്യോ, ഇതാരാ ചെയ്തതെന്ന് എനിക്കറിയാം. കൊല്ലും ഞാൻ. നല്ല ചില്ലി ചിക്കനാ കേട്ടോ. കടിക്ക് കടിക്ക്. എടി നീ എന്താ ഉദ്ദേശിച്ചേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാന്നോ? ഞാൻ ആരാന്നടി നീ വിചാരിച്ചത്? എണീക്കിങ്ങോട്ട്. നീ എന്താ വിചാരിച്ചേ? നിന്നെ പോലെ ഉടുതുണിക്കും മറുതുണി ഇല്ലാതെ നടക്കുന്ന ദരിദ്രവാസി അല്ലടി ഞാൻ. ബിസിനസ് മാഗ്നറ്റും പൈലറ്റും ആയിട്ടുള്ള അർജുൻ സാറിന്റെ ഭാര്യയാ ഞാൻ. ഇന്ന് ലോകത്ത് ഇറങ്ങിയിട്ടുള്ള ഏത് എക്സ്പെൻസീവ് ലക്ഷറി കാർ വാങ്ങിക്കാനും ശേഷിയുള്ളവളാ ഞാൻ. എന്നെയാ നീ കളിപ്പാട്ട കാർ വെച്ച് ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയത്? നിന്നെ തൊട്ടുപോകരുത് അവളെ. ഇവൾക്ക് ശമ്പളം കൊടുക്കുന്നത് ഞാനാ. ഞാൻ ശമ്പളം കൊടുക്കുന്ന ആളെ ശിക്ഷിക്കാൻ അധികാരം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഇനി ഇവളുടെ ദേഹത്ത് നിന്റെ കൈ പതിഞ്ഞ നിന്റെ കൈ ഞാൻ തല്ലി ഓടിക്കും. എങ്കി ഇവള് പറയട്ടെ എന്തിനാ എന്റെ പ്ലേറ്റിൽ ടോയ് കാർ വെച്ചെന്ന്. എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ? കിടന്ന് ചിലക്കാതടി. ആ പ്ലേറ്റിൽ ടോയ് കാർ വെച്ചത് ഇവളല്ല. പിന്നെ പിന്നെ ആരടി? അത് ഞാൻ തന്നെയാ വെച്ചത്. എടി നിന്നെ ഞാൻ. മോറ് നിക്കടി. നിർത്തിക്കോ നിന്റെ അഴിഞ്ഞാട്ടം. ഇനി നീ ഇവിടെ ശബ്ദിച്ച അരിഞ്ഞു വീഴ്ത്തിയിരിക്കുന്നില്ല ഞാൻ. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. നിക്ക്. സാമാന്യ മര്യാദയ്ക്ക് ഒരു സോറിയെങ്കിലും പറഞ്ഞിട്ട് പോകും. കാണിച്ചു തരാടി നിന്നെ ഞാൻ. നോക്കിയിരുന്നോ നീ?
ഹലോ മഹി, ഞാനിപ്പോ മഹിയുടെ കാര്യം ആലോചിച്ചതേ ഉള്ളൂ. എന്തായി കേസിന്റെ കാര്യങ്ങള്? ജാമ്യത്തിന്റെ കാര്യമൊന്നും ആയിട്ടില്ല. പ്രോസിക്യൂഷൻ വക്കീല് വളരെ ശക്ത. ഫോറൻസിക് റിപ്പോർട്ടൊന്നും ഗുണം ചെയ്തില്ല അല്ലേ? അത് നോട്ട് ചെയ്യിക്കാൻ പറ്റി. മാത്രമല്ല പോലീസ് അന്വേഷണം ഇപ്പോൾ ആ നിലയിലേക്ക് കൂടി തിരിക്കാൻ അത് പ്രയോജനപ്പെട്ടു. ഉം. പാവം ചിന്നു ആകെ തളർന്ന മട്ട. അതിന്റെ ജാമ്യം കിട്ടുന്നുള്ള പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു. മഹി, എല്ലാം ശരിയാവും. നാളെ അതിരാവിലെ എനിക്ക് കോട്ടയം വരെ ഒന്ന് പോണം. ഒറ്റയ്ക്ക് കാർ ഓടിച്ചുള്ള യാത്രയാ. ഉറക്കം ചതച്ച പണി പാളും. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. പിന്നെന്താ, ഞാൻ വരാം. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ തന്നെ ആയിക്കോട്ടെ. ദേ, ഒരു 20 മിനിറ്റ്. ഇന്നത്തെ രാത്രി നമ്മുടെ ജീവിതത്തിലെ ഒരു അവിസ്മരണീയ രാത്രിയാക്കാം സൂസൻ. നമുക്ക് കടപ്പുറത്തൂടെ തിരുമാലയിലൂടെ ചാടിക്കളിക്കാം. ഓ, അത് ഓർത്തപ്പോ തന്നെ എന്താ ഒരുമിച്ച് തിരുമാലയിൽ കുളിക്കാന്നോ? ഓ ശരി ശരി, ഫോൺ വെച്ചേക്ക്, ഞാനാ വരുന്നു. ഇയാളോട് ഉണ്ടായിരുന്നോ? ഞാനേ ഒന്ന് പുറത്തു പോവാ. ഈ രാത്രി ഇവിടെ പോവാ? അത് പിന്നെ തന്നോടായോണ്ട് പറയാം. ഒരു ഡിന്നർ, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സൂസനായിട്ട്. ഞാനും വരുന്നു. താനോ? തനിക്കെന്താണോ വട്ടായോ? ഞാനും എന്റെ സൂസനും കൂടി ഒരു നേരത്തെ മെഴുതിരി വെട്ടത്തിലിരുന്ന് പരസ്പരം കൈയൊക്കെ പിടിച്ച് തോളോട് തോൾ ചേർന്ന് മുഖത്തോട് മുഖം ചേർത്ത്. ആണോ മോനും കേട്ടവൻ? അല്ല, ഞങ്ങളിങ്ങനെ മെഴുകുതിരി വെട്ടത്തിലിരിക്കുമ്പോ താൻ എന്തിനാണോ കട്ടുറുമ്പായിട്ട് വന്ന് കയറുന്നേ? തനിക്കൊരു മാനേഴ്സ് ഒക്കെ വേണ്ടേ? എനിക്ക് കുറച്ച് മാനേഴ്സ് കുറവാ.